പരിചയമാണ്. ശ്രീ രാജീവ് മഹാദേവൻ എഴുതിയ ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്താനായി കവിയും സാഹിത്യ നിരൂപകനും വിവർത്തകനുമായ ശ്രീ കെ സജീവ് കുമാർ സാറിനെ നിറഞ്ഞ കയ്യടികളോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലിയ കവിയുമായ രേണുകുമാർ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ കലാധരൻ മാഷ്, ഇവിടെ ആശംസകൾ അർപ്പിക്കാനെത്തിയിരിക്കുന്ന എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡോക്ടർ സ്മിത ജി നായർ, ശ്രീ വിൽസൺ ജോർജ്, ഇന്നത്തെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായ നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് മഹാദേവൻ, രാജീവിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ വളരെ സ്നേഹപൂർവ്വം എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാമായ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സത്യത്തിൽ കവിത ഇത്രയൊക്കെ നന്നായിട്ട് സ്വീകരിക്കപ്പെടും എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം എത്ര താല്പര്യത്തോടെയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു കവിത എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കല്യാണം പോലെ, ഒരുപക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ്. അത്രയും ആഘോഷപൂർവ്വം അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് പുസ്തക പ്രകാശനം. പ്രത്യേകിച്ച് ആദ്യത്തെ പുസ്തക പ്രകാശനം. ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കവി പല കാലങ്ങളിൽ കവിത വായിച്ചും സ്വന്തം കാലത്തെ തിരിച്ചറിഞ്ഞും സമൂഹത്തെ നോക്കിക്കണ്ടും ജീവിതത്തെ നിരീക്ഷിച്ചും ഭാഷയെ നിരീക്ഷിച്ചും അതിനെ എങ്ങനെ സമകാലികമാക്കാം എന്നുമൊക്കെ തലപുകഞ്ഞാലോചിച്ച് അതിനുപരി ആർത്തിയോടെ കിട്ടുന്ന കവിതകൾ വായിച്ച് രക്തത്തിൽ അലിയിച്ച് ചേർന്ന് എഴുതപ്പെടുന്നതാണ് കവിതകൾ. ഒരിക്കലും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. പണ്ട് സുഗതകുമാരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പൂവിരിയും പോലെ ആണ് കവിത. അങ്ങനെയൊന്നും അല്ല കവിത. ഒരു പൂവിരിയുന്ന പോലെ അനായാസമായി സംഭവിക്കുന്നതല്ല കവിത. നമ്മുടെ കാലത്തേക്ക് അത്രമാത്രം ആഴത്തിൽ നോക്കിക്കണ്ട് കുരീപ്പുഴ ഒരു കവിതയിൽ പറഞ്ഞ പോലെ, എഴുത്തച്ഛനോട് ഞാൻ കടമായി വാങ്ങിയ വാക്കിന് പലിശയായി ഒരു ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന ഒന്നാണ് കവിത. അതുകൊണ്ട് ഒരു കവിത എഴുതുന്നു പറയുമ്പോൾ അയാളുടെ രക്തവും മാംസവും അലിയിച്ച് എഴുതപ്പെടുന്ന ഒന്നാണ്. അയാളുടെ തലച്ചോറും എല്ലാം അലിയിച്ച് എഴുതുന്ന ഒന്നാണ്. അത്ര വലിയൊരു സംഗതിയാണ് കവിത എന്നാണ് ഞാൻ എൻ്റെ ഇന്നേ വരെയുള്ള അനുഭവത്തിൽ നിന്ന്, കവിത വായനയിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. രാജീവ് എഴുതിയ കവിതകൾ പുസ്തകമാക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കവിതകളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. രാജീവ് ആ പുസ്തകത്തിന് ഒരു പഠനം എഴുതണം, ഒരു ആമുഖം എഴുതി തരണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ രാജീവിനോട് പറഞ്ഞു, രാജീവ് കുറച്ചുകൂടെ പ്രശസ്തരായ ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ കവിതയ്ക്ക് ഒരു ആദ്യത്തെ പുസ്തകത്തിൻ്റെ ഒരു അവതാരിക എന്നൊക്കെ പറയുമ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള ആരെങ്കിലും എഴുതുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അത് രണ്ടായിട്ട്, ഒന്ന് അവതാരികയും ഒരു ചെറിയ പഠനം കൂടെ വയ്ക്കണം. ഒരു അവതാരിക ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കണം. അങ്ങനെയാണ് ഇന്ദുമേനോനെ കുറിച്ച് മലയാളത്തിൽ ഇന്ന് ഏറ്റവും ശബ്ദിക്കുന്ന, പ്രതിഷേധിക്കുന്ന, പ്രതികരിക്കുന്ന, തുറന്നു പറയാൻ ധൈര്യം കാട്ടുന്ന ഒരു എഴുത്തുകാരിയാണ് ഇന്ദുമേനോൻ. ആ ഇന്ദുമേനോൻ എൻ്റെ ഒരു ചെറിയ അവതാരികയും ഒപ്പം എൻ്റെ ഒരു ആമുഖ പഠനം കൂടെ ചേർത്തുകൊണ്ടാണ് ഈ പുസ്തകം പ്രകാശിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മാറിയ കാലത്തിൻ്റെ ഒരു ഭാഷ സൃഷ്ടിച്ചെടുക്കാൻ രാജീവിന് വളരെ നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഈ കവിതയിൽ സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ അത് ഭാഷാശാസ്ത്രപരമായ ഒരു വിച്ഛേദം ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിംഗ്വിസ്റ്റിക് ബ്രേക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നിലവിലുള്ള ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഷ ഉണ്ടാക്കുക. നമുക്കറിയാം, ഈ ആധുനികതയുടെയൊക്കെ കാലത്ത് ബിംബവൽകൃത ഭാഷ കൊണ്ട് ഇവനെ കൂടി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചിദാനന്ദൻ എഴുതിയ ഇവനായി ഉയർത്തുക തുമ്പിക്കൈ പഞ്ചാരിക്ക് ചെവിയാട്ടിടും ആലിൻ ചോട്ടിലെ പൂരക്കാറ്റ് എന്നൊക്കെ പറഞ്ഞ് ബിംബങ്ങളാൽ സമൃദ്ധമായ അതിലെ ഓരോ വാക്കും ബിംബവൽകൃത ഭാഷ അഴിച്ചെടുത്ത് വായിക്കേണ്ട ഒരു ഭാഷാക്രമമാണ് ആധുനികതയുടെയൊക്കെ കാലത്തുണ്ടായത്. നേരത്തെ രേണുകുമാർ സൂചിപ്പിച്ചതുപോലെ ആ ഭാഷാക്രമങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഭാഷയെ സ്വീകരിച്ചു എന്നതാണ് പുതുകവിത ആർജിച്ച ഏറ്റവും വലിയ മാറ്റം. അത് രേണുകുമാർ പറഞ്ഞതുപോലെ 90കളിൽ ആണ് മലയാള ഭാഷയിൽ സംഭവിച്ചിട്ടുള്ളത്. ബിംബങ്ങളെ ഉപേക്ഷിക്കുന്നു, അലങ്കാരങ്ങളെ ഉപേക്ഷിക്കുന്നു,
ഓർണമെന്റൽ ലാംഗ്വേജിനെ മുഴുവൻ ഭാഷയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നിത്യജീവിത വ്യവഹാര ഭാഷയുമായി ചേർന്നുള്ള ഒരു ഭാഷ കണ്ടെത്തി എന്നതാണ് പുതുകവിതയുടെ ഏറ്റവും വലിയ മാറ്റം. അതിന്റെ തുടർച്ചയായിട്ട് അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഏറ്റവും പുതിയ കാലത്തെ ആവിഷ്കരിക്കുന്ന ഒരു ഭാഷയാണ് രാജീവിന്റെ ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനകത്ത് അലങ്കാരങ്ങൾ കൊണ്ട് മോടി പിടിപ്പിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ വളരെ സൗന്ദര്യാത്മകതയോടെ നാട്ടിൻപുറത്തിന്റെ ഭാഷാക്രമങ്ങൾ ധാരാളം ഈ കവിതയിൽ കണ്ടെത്താം. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടുമായിട്ട്, നമ്മുടെ കൊല്ലം ജില്ലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ധാരാളം പ്രയോഗങ്ങൾ, ഭാഷകൾ, വാക്കുകളുടെ ഒരു സമുച്ചയം തന്നെ ഈ പുസ്തകത്തിൽ രാജീവ് വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 90കളുടെ പുതുകവിതയുടെ ഒരു കാലത്തിന് അതിന് രാഷ്ട്രീയമായ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. ഈ കവിത ഞാൻ പറഞ്ഞില്ലേ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ഈ 90കളിൽ മലയാള കവിതയിലുണ്ടായ മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയത്തിൽ സംഭവിച്ചൊരു വലിയ മാറ്റമാണ്. 90കളിലാണ് ഈ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം സംഭവിക്കുന്നത്. ആഗോളവൽക്കരണം വന്നപ്പോഴത്തേക്ക് പിന്നെ അതിന് മുൻപ് വരെ നമ്മൾ കണ്ട ഒരു ലോകക്രമം അല്ലായിരുന്നു അതിനുശേഷം വന്നത്. വിപണി ആധിപത്യം നേടുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് പരസ്യം കടന്നു വരുന്നു, വിപണി സംസ്കാരം കടന്നു വരുന്നു, ഏതിലും ലാഭേച്ഛ കടന്നു വരുന്നു. അങ്ങനെ വന്നത് നമ്മുടെ സാമ്പത്തികമായ ഒരു വലിയ മാറ്റം കൂടിയായിരുന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ടെക്നോളജിയുടെ കടന്നുവരവാണ്, സൈബറിന്റെ കടന്നുവരവ്. ടെക്നോളജി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു കാലമാണ് നമ്മുടേത്. ആ ടെക്നോളജിയുടെ മാറ്റം ഭാഷയിൽ വരും. ലോകത്തുണ്ടാകുന്ന എല്ലാ ജ്ഞാനരൂപങ്ങൾക്കും കവിതയിൽ, ഗണിതത്തിന്, ചിത്രകലയ്ക്ക്, സിനിമാറ്റോഗ്രഫി എല്ലാം കവിതയിൽ കടന്നു വരും. ഇമോജികളുടെ സ്ഥാനം, ടെക്നോ പോയട്രി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോയട്രി എന്നൊക്കെ പറയുന്ന കവിതയിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാഹിത്യത്തിൽ ഒട്ടാകെ സംഭവിക്കുന്ന മാറ്റമാണ്. ഈ മാറ്റങ്ങളെയൊക്കെ ഈ കാലത്ത് കവിത എഴുതുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ മാറ്റങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ കവിതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇവിടെ ഭാഷ സ്വതന്ത്രമാകുന്നു, ഒപ്പം തന്നെ ഈ ടെക്നോളജിയുടെ കടന്നുവരവ് വരുന്നു. രാജീവിന്റെ കവിതയിൽ അനേകം ഭാഷ, ഈ കൾച്ചറലായിട്ടുള്ള ഡെവലപ്മെന്റ്സ്, കൾച്ചറലായിട്ടുള്ള മാറ്റിമറിക്കലുകൾ അത് കടന്നു വരുന്നുണ്ട്. ഇന്ന് ഏകമുഖ ഭാവുകത്വത്തിലൂടെയുള്ള ഒരു ഭാഷയിലെ കവിത പോലും ഒരു സങ്കരകലയായി മാറി. കവിത ഒരു സങ്കരകലയാണ്. നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിൽക്കുന്ന ആളിനും നമ്മളെ കുറിച്ചുള്ള സകല വിവരങ്ങളും എടുക്കാൻ പറ്റും. 12 അക്ക നമ്പറുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ആധാർ നമ്പറുകൾ ഉണ്ടെങ്കിൽ, ആധാർ നമ്പർ കയ്യിലുള്ള ഒരാൾക്ക് ലോകത്ത് എവിടെ നിന്ന് നമ്മളെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ചോദിച്ചെടുക്കുക. സർവൈലൻസിന്റെ, നിരീക്ഷണത്തിന്റെ കാലമാണ്. ലോകം മുഴുവൻ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇന്ത്യൻ ഭരണകൂടം മുഴുവൻ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഭരണകൂടവും നമ്മളെ നിരീക്ഷിക്കണം, നമ്മൾ അറിയുന്നില്ല. നമ്മുടെ രഹസ്യങ്ങളെല്ലാം അവർക്കറിയാം. നമ്മളൊരാൾക്ക് ഫോൺ ചെയ്താൽ എല്ലാ രഹസ്യങ്ങളും ചോദിക്കപ്പെടും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത് കൾച്ചറലായിട്ടുള്ള പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ഈ പോസ്റ്റ് മോഡേണിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതെല്ലാം. ഈ പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികത എന്ന് പറയുന്ന ഒരു വലിയ മാറ്റത്തിന്റെ ചുറ്റുവട്ടത്തെ യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒപ്പം തന്നെ രാജീവിന്റെ ഈ പുസ്തകത്തിലേക്ക് കിടക്കുമ്പോൾ ഇതിലെ ആദ്യ കവിതയാണ് ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു എന്നത്. ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു എന്നത് നേരത്തെ രേണുവൊക്കെ സൂചിപ്പിക്കട്ടെ, കലാധര മാഷൊക്കെ സൂചിപ്പിക്കട്ടെ, ഫലസ്തീന്റെ ദേശീയ കവിയാണ് ദർവീഷ്. അപ്പോൾ അദ്ദേഹം 64-ൽ ഈ ഒലീവ് മരത്തിന്റെ ഇലകൾ എന്ന് പറയുന്ന ഒരു കാവ്യ സമാഹാരം എഴുതിക്കട്ടെ. ഒലീവ് മരത്തിന്റെ ഇലകൾ, അതിലെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഈ ഒലിവ് മരത്തിന്റെ ഇലകൾ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയതിനു ശേഷം ഈ ഇസ്രായേൽ ഭരണകൂടം ദർവീഷിനെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവരനുഭവിച്ച അതിലെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന ആ കവിതയിലൂടെയാണ് രാജീവിന്റെ ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു എന്ന ഈ കവിത മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും പാലസ്തീൻകാരനായ ഒരു കവി അവരുടെ ദേശത്ത് നേരിടുന്ന പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, രാഷ്ട്രീയമായ അസമത്വങ്ങള്, കുടിയിറക്കലുകള്, പലായനം, ഇതെല്ലാം ഈ കവിതയിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ പരിസരത്തെ ജീവിത അവസ്ഥയല്ല, പക്ഷേ അത് നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ലോകം തുറന്ന ഒരു ലോകമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗ്യാസിലൂടെയും നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ എണ്ണയിലൂടെയും ഒക്കെ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ലോകം ഇന്ന് അടച്ചിടപ്പെട്ട ഒരു ലോകമല്ല.
ലോകത്തിന്റെ ഏതൊരു കോണിൽ സംഭവിക്കുന്ന കാര്യവും നമ്മുടെ കവിതയിൽ സംഭവിക്കാം, കേരളത്തിന്റെ കവിതയിൽ സംഭവിക്കാം. ഈ കവിതയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, രൂപം എന്ന് പറയുന്നത്, ഒരു ഇസ്രായേലുകാരൻ ദർവീഷിന്റെ ഐഡന്റിറ്റി, അയാൾ ഡേറ്റാസ് ആവശ്യപ്പെടുകയാണ്. ആ ഇസ്രായേലുകാരനോട് ഈ ദർവീഷ് എന്ന് പറയുന്ന മഹ്മൂദ് ദർവീഷ് അയാളുടെ ഐഡന്റിറ്റി പറഞ്ഞു കൊടുക്കുകയാണ്, അയാളെ കുറിച്ചുള്ള വ്യക്തി വിവരങ്ങൾ. ആ ഡേറ്റാസ് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് ഐഡന്റിറ്റി കാർഡ് എന്ന കവിത ദർവീഷ് എഴുതിയത്. ആ ദർവീഷിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന ആ കവിതയിൽ പറയുന്നതാണ്, പിന്നെ ആ കവിതയിൽ അതിന്റെ രൂപത്തിലൂടെ കടന്നു പോവുകയാണ് രാജീവിന്റെ കവിത. അപ്പോൾ സ്വാഭാവികമായിട്ടും ദർവീഷ് എന്ന് പറയുന്ന ആ വലിയ ഫലസ്തീൻ കവിയുടെ കവിത എന്താണെന്ന് രാജീവിന് അറിയണം. അവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്താണെന്ന് രാജീവിന് അറിയണം. അവിടുത്തെ പലായനത്തിന്റെ പ്രശ്നങ്ങൾ രാജീവിന് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെയാണ് ഈ കവിത സഞ്ചരിക്കുന്നത്. നോക്കൂ, തരിയാക്കി കൂമ്പാരം കൂട്ടിയ പുറംപോക്കിൽ നിന്നാണ് എനിക്ക് ദർവീഷിന്റെ സൂട്ട് കേസ് കിട്ടുന്നത്. ഈ സൂട്ട് കേസിനകത്ത് ഞെരിഞ്ഞ വരുന്ന ഫലസ്തീനികളുടെ രാഷ്ട്രസങ്കല്പം ഞെരിഞ്ഞ് ശ്വാസം മുട്ടിക്കിടക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കവിതയെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ രാജീവിന് കഴിഞ്ഞു എന്നതാണ്. ഞാൻ ഫലസ്തീനെ കുറിച്ച് നൂറുകണക്കിന് കവിതകൾ, ഫലസ്തീൻ വിഷയത്തെ സംബന്ധിച്ച് എഴുതപ്പെട്ട അയ്യപ്പ പണിക്കർ സാർ എഴുതിയ കവിതകൾ ഉൾപ്പെടെയുള്ള അന്ന് തൊട്ട് എഴുതപ്പെട്ട കവിതകൾ, നൂറുകണക്കിന് കവിതകൾ വായിച്ചിട്ടുണ്ട്. അതില് പല കവിതകളും ഈ പണ്ടൊരിക്കൽ ഡോക്ടർ എം ലീലാവതി ടീച്ചർ പറഞ്ഞതുപോലെ മരിച്ച് മണ്ണടിയാൻ വേണ്ടി വിധിക്കപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള കവിതകൾ. ഈ ചരമ കവിതകളെ കുറിച്ച് വൈലോപ്പിള്ളി മരിച്ചപ്പോൾ മലയാളത്തിൽ നൂറുകണക്കിന് കവികൾ വൈലോപ്പിള്ളിയെ കുറിച്ച് കവിത എഴുതുന്നുണ്ടായി. അങ്ങനെ എഴുതിയപ്പോൾ അന്ന് സച്ചിദാനന്ദൻ എഴുതിയ ഇവരെ കൂടി എന്ന് പറയുന്നൊരു കവിത 84 കവിത എഴുതി. ഞാനൊക്കെ ആ കവിത വായിച്ച് അതിലാണ് വൈലോപ്പിള്ളി മരിച്ച സങ്കടം മറക്കുന്നത്. അത്രമാത്രം നമ്മൾ വൈലോപ്പിള്ളിയുടെ മരണം നമ്മുടെ മനസ്സിലൊരു ശൂന്യത ഉണ്ടാക്കിയ കാലത്ത് സച്ചിദാനന്ദൻ എഴുതിയ മിടിപ്പ് താഴുന്നതൻ ഭാഷ തൻ നെഞ്ചിന്നല്ലോ, ഇറക്കി കിടത്തിയതന്റെ യൗവനമല്ലോ, തിരുമ്മി അടച്ചത് നീതി തൻ മിഴിയല്ലോ, തഴുതിട്ടതോ സ്നേഹ നീലമാം കലവറ, ഈ എന്റെയും യൗവനമാണല്ലോ തിരുമ്മി അടച്ചത്, എനിക്ക് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള സങ്കടം അടക്കുന്നത് സച്ചിമാഷിന്റെ കവിത വായിച്ചിട്ടുണ്ട്. അപ്പോഴങ്ങനെ അന്ന് ഈ കവിത വായിച്ചിട്ട് ലീലാവതി ടീച്ചർ എഴുതിയതാണ്. നൂറുകണക്കിന് കവിതകൾ വൈലോപ്പിള്ളിയെ കുറിച്ച് എഴുതപ്പെട്ടു. അതെല്ലാം മരിച്ചു മണ്ണടിയാൻ വേണ്ടി വിധിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ ഇതാ ആകാശത്തെ ചന്ദ്രനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കവിത സച്ചിദാനന്ദൻ എഴുതിയിരിക്കുന്നു. അതാണ് ഇവരെ കൂടി എന്ന് പറഞ്ഞത്. അതുപോലെ ദർവീഷിനെ കുറിച്ചും അല്ലെങ്കിൽ പാലസ്തീൻ പ്രശ്നത്തെ കുറിച്ച് എഴുതപ്പെട്ട നൂറുകണക്കിന് കവിതകളിൽ ഏറ്റവും മികച്ച കവിതകളിൽ പെടുത്താവുന്ന ഒരു കവിതയാണ് രാജീവിന്റെ ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു. ഇത് പുസ്തകമാക്കുന്നതിന് മുൻപ് കലാകൗമുദിയിൽ ഈ കവിത ഞാൻ വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ രാജീവിനെ ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു. ഈ കവിത ഞാൻ വായിച്ച സമീപകാലത്ത് വായിച്ച ഏറ്റവും മികച്ച കവിതകളിൽ ഒന്നാണെന്ന്. നോക്കൂ, ഈ കവിതയിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോകണം കേട്ടോ. തരിയാക്കി കൂമ്പാരം കൂട്ടിയ പുറംപോക്കിൽ നിന്നാണ് എനിക്ക് ദർവീഷിന്റെ സ്യൂട്ട് കേസ് കിട്ടിയത്. നിറമടർന്ന് ദ്രവിച്ച് അനീതികൾ ഘനീഭവിച്ച ആ പെട്ടി ദുഃഖത്തോടെ എന്നോട്, ഞാൻ അതിനോടും. ഓർക്കുക, സൂട്ട് കേസിനകത്ത് കിടക്കുന്ന ദേശസങ്കല്പം ഞെരിഞ്ഞമർന്ന് കിടന്ന് ശ്വാസം മുട്ടി സംസാരിക്കുകയാണ്. ആ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന കവിതയിലൂടെയാണ് ഇത് വരുന്നത്. അതെങ്ങനെയാണ്? പൊടിയായി, പുകയായി, മരണമായി, മറവിയായി ചരിത്രം ചവച്ചു തുപ്പിയ കാലങ്ങൾ. ചരിത്രത്തിന്റെ ഒരു വലിയ പരമ്പര ഈ വരികളിലൂടെ, ചെറിയ ചെറിയ വാക്കുകളിലൂടെ രാജീവ് ഇവിടെ വരച്ചിടുകയാണ്. പൊടിയായി, പുകയായി, അല്ലെ, ജന്മസ്ഥലം നഷ്ടപ്പെട്ട ഫലസ്തീനികൾ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ. അവരുടെ സ്വത്ത് തട്ടിയെടുക്കുന്നു, അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നു, കിടക്കാനിടമില്ലാതെ അലഞ്ഞു നടക്കേണ്ട രാജ്യം ഇല്ലാത്ത ഒരു ജനതയുടെ സങ്കടം. പൊടിയായി, പുകയായി, മരണമായി, മറവിയായി ചരിത്രം ചവച്ചു തുപ്പിയ കാലങ്ങൾ. ഇരമ്പം, തകർച്ച, വിലാപങ്ങൾ വരിതെറ്റി പുറത്തേക്ക്. ഓരോ വാക്കും ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായി ഈ കവിതയിലൂടെ വരുന്നു. ഭയം മരിച്ചൊരു കണ്ടീനി, പാറ്റേൺ മറന്ന ചാവി, വിരലറ്റ ക്രയോൺ, നഗ്ബ തുന്നിയ ടെഡിബിയർ, പിഞ്ചിയ കോട്ടണിൽ ചോരക്കറ, ചോദ്യചിഹ്നം, അന്തസ്സിടിഞ്ഞൊലിച്ച് പൊത്തിയൊളിപ്പിച്ചിട്ട് ഇരുട്ടിൻ ഇലക്കഷം. ഓരോ കവിതയും ഓരോ വാക്കും ഇവിടെ ഓരോ ചരിത്ര മുഹൂർത്തങ്ങളാണ്, ഓരോ ഓർമ്മപ്പെടുത്തലാണ്.
കഷ്ടതകളുടെ ഓർമ്മപ്പെടുത്തലാണ്, രാഷ്ട്രീയത്തിന്റെ ഹിംസയുടെ വംശഹത്യയുടെ ഓർമ്മപ്പെടുത്തലായി ഈ കവിതയിലേക്ക് കടന്നു വരികയാണ്. നഗ്ബ എന്ന് പറഞ്ഞാൽ അത് ഈ 48 ഇസ്രായേൽ രൂപീകരണത്തോടനുബന്ധിച്ച് ഇവരെ പാലസ്തീനികളെ കൊന്നൊടുക്കിയതിൻ്റെ, അവരുടെ ജന്മദേശത്ത് നിന്ന് ആട്ടിപ്പായിച്ചതിൻ്റെ ഒക്കെ ഓർമ്മപ്പെടുത്തലാണത്. അവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ചതിൻ്റെയൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. ദുരന്തം, വിപത്ത് എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ ചരിത്ര മുഹൂർത്തമാണ് നഗ്ബ തുന്നിയ ടെഡീബിയ എന്ന് പറഞ്ഞതിലൂടെ ഇവിടെ രാജീവ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുമടിയിൽ വിശന്ന മൂലയിൽ പലായനം പിഴിഞ്ഞ നിസ്സഹായതയുടെ മുഷിഞ്ഞ ഭാണ്ഡം. ഇവിടെ അലങ്കാരങ്ങളില്ലല്ലോ. ഈ കവിത നേർസാക്ഷ്യങ്ങളാണ്, നമ്മളോട് നേരിട്ട് സംവദിക്കുകയാണ്. ഇവിടെ എന്തിനാണ് ഉപമയും ഉൽപ്രേക്ഷയും അതിശയോക്തിയും ഇല്ല, യാഥാർത്ഥ്യമാണ്. ചോരയൊലിക്കുന്ന വാക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ജീവിതത്തിന്റെ ചോര പൊടിയുന്ന വാക്കുകളാണിത്. മുഷിഞ്ഞ ഭാണ്ഡം, ഉള്ളിൽ വിലകെട്ട വിലാപങ്ങൾ, വിലാപങ്ങൾക്ക് വിലകെട്ടുപോയി. കരച്ചിൽ കൊണ്ട് ആരുടെയും കണ്ണു തുറപ്പിക്കുന്നില്ല, കാതിനെ തുറപ്പിക്കുന്നില്ല. അതാണ് വിലകെട്ട വിലാപങ്ങൾ എന്ന് രാജീവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചത്തു ചാരം തേച്ച മണ്ണടരുകളിൽ സാഹോദര്യം കുരിശേറ്റിയ, നിരാസം മുറിയേറ്റിയ, നയതന്ത്രം നിഷ്ക്രിയമാക്കിയ, നയതന്ത്രത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ലാതായ, അത് നിഷ്ക്രിയമാക്കിയ അസാധുവായൊരു ഭൂപടത്തുണ്ട്. പാലസ്തീന്റെ രാഷ്ട്ര ഭൂപടത്തിന്റെ ഒരു തുണ്ട്. അതാണ് സൂട്ട്കേസിൽ. ആകൃതി നശിച്ച്, അക്ഷരങ്ങൾ മാഞ്ഞ്, രേഖകൾ മുറിഞ്ഞ്, കാലങ്ങൾ കുഴമറിഞ്ഞ്, അനാഥമായൊരു തിരിച്ചറിയൽ കാർഡ്. നമ്മൾ നേരെ മുഹമ്മദ് ദർവീഷിന്റെ കവിതയിലേക്ക്, തിരിച്ചറിവിലേക്ക്, ആ കവിതയുടെ വായനയിലേക്ക് നമ്മുടെ ഒരേ സമയം കൊണ്ടുവന്നു. ഇതിനെ പോസ്റ്റ് മോഡേണിസത്തിൽ പാഠാന്തര ബന്ധം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മലയാളത്തിൽ എഴുതുന്നൊരു കവി മഹ്മൂദ് ദർവീഷ് എന്ന് പറയുന്ന കവിതയിലൂടെ നമ്മുടെ മുന്നിൽ നമ്മുടേതായ ഒരു കവിത ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതാണ് പുതുകവിതയിൽ വന്ന മാറ്റം. പുതുകവിത മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ വായിക്കാത്തതുകൊണ്ട് കേട്ടോ. ഒരുപാട് സാധ്യത, നല്ല കവിതകളാണ്. പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന കവിതകൾ മലയാളത്തിൽ ധാരാളമുണ്ട്. എന്നിട്ട് പറയുകയാണ്, ദർവീഷ് പറഞ്ഞു കൊടുക്കുക, കുറിച്ചെടുത്തോളൂ ഞാൻ ആരാണെന്ന് പറയുക, ഐഡന്റിറ്റി വെളിപ്പെടുത്തുക. മുഹമ്മദ് ദർവീഷ് എന്ന് പറയുന്ന ലോകോത്തര കവി ഇസ്രായേലി വിവരം ഇസ്രായേലികളായ ഉദ്യോഗസ്ഥർക്ക് വിവരം പറഞ്ഞു കൊടുക്കുക, ഞാൻ മുഹമ്മദ് ദർവീഷ്. അത് ഇവിടെ പറയുന്നില്ല, ഡോട്ടിട്ട് അർത്ഥോക്തിയിൽ നിർത്തിയിരിക്കുകയാണ്. അതെന്റെ കൈകളിൽ ജീവൻ വെച്ചു. ഐഡന്റിറ്റി കാർഡ്. വിശന്നു, രോഷം കൊണ്ടു, പറഞ്ഞതെല്ലാം കഴിഞ്ഞുവെന്നും ഇനിയും തിരിച്ചറിയാൻ ഒന്നുമില്ലെന്നും അത് ക്ഷോഭിച്ചു. 8 ജീവൻ, 8 കുഞ്ഞുങ്ങളായിരുന്നു. ആർക്കാ? ദർവീഷ്. 8 പേരെയും കൊന്നു. 9ാമത്തെ ഗർഭം ധരിച്ചിരിക്കുകയാണ് അയാളുടെ ഭാര്യ, അതിനെയും കൊന്നു. 8 ജീവനും പിന്നെ 9 എടുത്ത് കുലം കരിച്ച ക്രൗര്യം, അല്ലേ? വംശഹത്യയുടെ ക്രൗര്യം. അതാണ് യഹൂദനോടുള്ള, യഹൂദൻ ചെയ്യുന്ന ദുഷ്ടത്തരങ്ങളോടുള്ള ഉന്മൂലനത്തിന്റെ ക്രൗര്യം. അതാണ് എന്റെ ചോട്ടിലും അട്ടഹാസം ആവേശം തിടം വയ്ക്കുമ്പോൾ മറുത്തൊന്നുമില്ലാതെ കാർഡ് തിരികെ വെച്ച് ഞാൻ അടച്ചു. പെരുമയില്ലാത്ത പേരുകൾ പെരുകി പെരുത്ത്, കഫിയ വലിഞ്ഞു മുറുകി ദർവീഷിൻ ദേശം. സൂട്ട്കേസുകൾക്കകം തിക്കുമുട്ടി തുടികുട്ടി, അതിനകത്ത് സൂട്ട്കേസിനകത്ത് കിടന്ന് ദർവീഷിന്റെ ദേശം തിക്കുമുട്ടി നിലവിളിക്കുന്നത് ദർവീഷ് ഉൾക്കിടലത്തോടെ നെഞ്ചി വളർത്തിക്കൊണ്ട് അനുഭവിക്കുകയാണ്. ഒരിറ്റ് ശാന്തി, ഒരു ചെറു പുഞ്ചിരി, ഒത്തിരി ആശ്വാസം, ഒരു മുഷ്ടി സ്വാതന്ത്ര്യം, സ്വസ്ഥം സ്വാഭിമാനം. ഒരിറ്റ് ശാന്തി. കെഞ്ചലാണത്. ഞങ്ങൾക്ക് ഒരിറ്റ് ശാന്തി തരൂ, ഒരു ചെറു പുഞ്ചിരി തരൂ. ഒരു 100 ആവർത്തികളിലേക്ക് പാടി ഇന്തിഫാദ വിടർന്ന വഴിയിൽ. എന്താണ് ഇന്തിഫാദ എന്ന് പറഞ്ഞാൽ? ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഉള്ള ജൂത ഇടപെടലിനെതിരെ പാലസ്തീനികൾ നടത്തിയ ചെറുത്തുനിൽപ്പാണ്. ജനത നടത്തിയ ചെറുത്തുനിൽപ്പും മുന്നേറ്റവുമാണ് ഇന്തിഫാദ. ആ ഇന്തിഫാദ എന്ന അറബി വാക്ക് തന്നെ കവി അതിലേക്ക് കൊണ്ടുവന്നു. കാരണം ഇതിന് പകരം വയ്ക്കാൻ വേറെ വാക്കുകളില്ല. ഒരു കവി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഭാഷയാണ്. മനസ്സിലെ വികാരങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി അയാൾ ഉപയോഗിക്കുന്ന ഭാഷ, അതിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം, അത് നമുക്ക്
വിവർത്തനത്തിലൂടെ കഴിയാതെ എന്നതുകൊണ്ടാണ് ഇന്തിബാധ എന്ന വാക്ക് ഇവിടെ രാജീവ് അടിക്കുറിപ്പ് പോലും ഇല്ലാതെ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് നമ്മൾ വായനക്കാരുടെ ഉത്തരവാദിത്വമാണ്. ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടെത്തണം. ഈ വാക്ക് തെരഞ്ഞ് നമ്മൾ ചരിത്രത്തിലേക്ക് സഞ്ചരിക്കണം. അത് വായനക്കാരന്റെ കടമയാണ്. അങ്ങനെയാണ് ഇന്തിബാധ എന്ന വാക്ക് വിടർന്ന വഴിയിൽ കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും കൈകൾ കോർത്തു, ലോകങ്ങൾ ഒന്നിച്ച് കൈകൾ കോർത്തു. എന്താണ് തുടികൊട്ടിപ്പാടി? എന്താ തുടികൊട്ടിപ്പാടിയത്? മനുഷ്യാണാം മനുഷ്യത്വം, മനുഷ്യാണാം മനുഷ്യത്വം, ജാതിർഗോത്വം ഗവായഥ ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. ഇത് നമ്മുടെ മലയാളിയായ ശ്രീനാരായണ ഗുരുവിന്റെ ജാതി രഹസ്യം, ജാതി നിർണയം എന്ന് പറയുന്ന ഒരു കവിതയിലെ ശ്ലോകമാണ്. 4 വരി. മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വമാണ്. മനുഷ്യത്വമാണ് എന്ത്? അല്ല, പിന്നെ മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യന്റെ ജാതി ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നതല്ല, മനുഷ്യത്വമാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാമ്യഥ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ഗോവ് പശുവാണ്. ജാതിർഗോത്വം ഗവാമ്യഥ, പശുവിന് ഗോത്വം, ഗോവിന് ഗോത്വം എന്നതുപോലെയല്ല ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന അവസ്ഥ എന്ന ശ്രീനാരായണ ഗുരു കേരളീയരെ ചൊല്ലി പഠിപ്പിച്ച പാഠത്തിന്റെ ഉൾക്കരുത്ത് നമുക്കുണ്ട്. മനുഷ്യത്വമാണ് ജാതി എന്ന ഉൾക്കരുത്തുണ്ട്. അപ്പോൾ ഇതിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ശ്ലോകത്തിലാണ് ഈ കവിത അവസാനിക്കുന്നത്. എന്തായിരിക്കാം രാജീവ് ഒരു പാലസ്തീനിയൻ കവിയായ മുഹമ്മദ് ദർവിഷിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന കവിതയെ കുറിച്ചെഴുതിയ ഈ കവിതയിൽ ഈ ശ്രീനാരായണ ഗുരുവിനെ കൊണ്ടുവന്നത് 2 ദേശത്തല്ലേ? ഒന്നൊരു ദേശീയ ലോകൊട്ടുക്കറിയപ്പെടുന്ന കവി, ഇദ്ദേഹം ആത്മീയതയ്ക്ക് പുതിയ ഭാഷ്യങ്ങൾ ചമച്ചാള് ശ്രീനാരായണ ഗുരു, ജാതി വ്യവസ്ഥക്കെതിരെ ആഞ്ഞടിച്ചയാള്, കവിതയിലൂടെ, ശ്ലോകങ്ങളിലൂടെ, വ്യാഖ്യാനങ്ങളിലൂടെ മതേതരമായ ഒരു മനുഷ്യത്വത്തെ ഉയർത്തിക്കാട്ടിയാണ്. ഇവർ 2 പേരെയും കൂടെ കണക്ട് ചെയ്തതിലൂടെ ഈ 2 പേരും ചെയ്യുന്നത് ലോകത്ത് എന്താണ്? 2 ദേശത്തെ 2 കാലത്തെ മനീഷികളായ 2 കവികളാണ് അവർ. 2 പേരും കവികളാണ്. അപ്പോൾ ഇവർ 2 പേരും പറയുന്നത് ജാതി മത വംശഭേദങ്ങൾ പാടില്ല എന്നാണ്, മനുഷ്യത്വമാണ് വലുതെന്നാണ്, അതിന്റെ പേരിൽ നടക്കുന്ന ഉന്മൂലനങ്ങൾ പാടില്ല എന്നാണ്. അങ്ങനെ ഒരു കാലത്തെക്കുറിച്ചുള്ള സ്വപ്നം മലയാളിയായ ശ്രീനാരായണ ഗുരു ഉഴുതുമറിച്ചിട്ട സാംസ്കാരിക പരിസരത്തിൽ ജനിച്ചു വളർന്ന രാജീവ് മഹാദേവന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ ഞാൻ പകരം ഈ കവിതയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ 2 പേരും ഉന്നയിക്കുന്ന ദാർശനിക പ്രശ്നം ഒന്നാണ്. 2 ദേശത്തെ 2 കവികൾ ഉയർത്തിയ പ്രശ്നങ്ങൾ മനുഷ്യത്വത്തിന്റെ പ്രശ്നങ്ങളാണ്. എന്റെ ദേശത്തും ഒരു കവി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉന്മൂലനം പാടില്ല, വംശഹത്യ പാടില്ല, ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ കലാപങ്ങളും ഉന്മൂലനവും പാടില്ല എന്ന് പറഞ്ഞ ഈ കവിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത് ലോകത്തെമ്പാടും നടക്കുന്ന വംശഹത്യക്കെതിരെയുള്ള ഒരു കവിയുടെ സ്വപ്ന ചിന്തയാണ്. ആ സ്വപ്ന ചിന്തയെ ഉപസംഹരിച്ചുകൊണ്ടാണ്, മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കവി തൽക്കാലം അതിൽ നിന്ന് പിന്മാറുന്നത്. ഞാൻ വായിച്ച, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് ഞാൻ വായിച്ച ഏറ്റവും മികച്ച കവിതകളിൽ ഒന്നാണ് രാജീവിന്റെ ഇന്നലെ ഞാൻ ദർവിഷെ കണ്ടു എന്ന ഈ കവിത. ഇനി ഈ കവിതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു കവിതയാണ് ക്രോണിക്കിൾസ് ഓഫ് എ ഹോമി കുമാരൻ. നേരത്തെ കലാധരൻ മാഷ് ഇവിടെ പറയുന്നുണ്ട്, സറ്റയറുണ്ട്. തീർച്ചയായിട്ടും സറ്റയറുണ്ട്. സറ്റയർ മാത്രമല്ല, ഈ കവിതകളിൽ ഐറണിയും സറ്റയറും ഇടകലർന്ന ഒരു കാവ്യഭാഷയാണ് ഈ കവിതകളിൽ ഉടനീളം രാജീവ് മഹാദേവൻ മുന്നോട്ട് ചെയ്യുന്നത്. ഐറണി വിരുദ്ധോക്തികൾ കൊണ്ടിട്ടാണ്, വിരുദ്ധോക്തികളും സറ്റയറും ഇടകലർത്തിയ ഒരു ഭാഷ ക്രിയേറ്റ് ചെയ്യാൻ ഈ പുസ്തകത്തിലൂടെ രാജീവിന് കഴിഞ്ഞു. നിങ്ങൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സറ്റയറിക്കലായിട്ടുള്ള, ഐറണിക്കലായിട്ടുള്ള ഒരു ഭാഷ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കവിതയാണ്. ഇതിലൂടെ ഈ ക്രോണിക്കിൾസ് ഓഫ് എ ഹോമി കുമാരൻ എന്ന് പറയുന്ന നമ്മുടെ ചുറ്റുവട്ട കൾച്ചറിന്റെയും ജീവിതത്തെയുമാണ് ഈ കവിതയിലേക്ക് കൊണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ എല്ലാ കവിതകളും വ്യാഖ്യാനിക്കണ്ടെന്ന് വിചാരിക്കണം, കാരണം സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ ഉറക്ക പ്രശ്നം, അടുത്ത കവിത ഉറക്ക പ്രശ്നമാണ്. അപ്പോൾ ഇതിനകത്തും ഭാഷാപരമായ ഒരു വലിയ പരിവർത്തനത്തിന് രാജീവ് ഇവിടെ
ശ്രമിച്ചിട്ടുണ്ട്. അയാൾ ഉറങ്ങാതിരിക്കുമ്പോൾ അയാൾക്കൊപ്പം ഉറക്കമിളയ്ക്കാൻ ആ നഗരത്തിൽ ഒരാളും ഇല്ല. അയാൾ ഉറങ്ങാതിരിക്കുമ്പോൾ അയാൾക്കൊപ്പം ഉറക്കമിളയ്ക്കാൻ ആ നഗരത്തിൽ ഒരാളുമില്ല. ഈ വിധം ചുറ്റുവട്ട ജീവിത ഭാഷയെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന്റെ ഈ കവിതയുടെ അവസാന ഭാഗം എത്തുമ്പോൾ നഷ്ടപ്പെടാൻ പൗരത്വമോ തിരിച്ചറിയാൻ രേഖകളോ തിരഞ്ഞു വരാൻ ബന്ധുക്കളോ തിരികെ പോകാൻ ഓർമ്മകളോ ഇല്ലാതെ ഓരോ നശിച്ച പകലിന്റെയും ഒടുക്കത്തിൽ അയാൾ ഒഴിഞ്ഞ ഭാണ്ഡം തഴുകി ഉറങ്ങാതിരിക്കുന്നു. ഐഡന്റിറ്റി ക്രൈസിസിനെ വളരെ ഗംഭീരമായി ഈ കവിതയിൽ അവതരിപ്പിക്കുകയാണ്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന മോഡേണിസത്തിന്റെ കാലത്ത് വലിയ വിഷയമാണ്. പക്ഷേ മോഡേണിസത്തിന്റെ കാലത്ത് കൈകാര്യം ചെയ്ത ഐഡന്റിറ്റി ക്രൈസിസ് അല്ല രാജീവ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. നേരത്തെ കലാധരൻ മാഷ് പറഞ്ഞ ഞാനെന്ന രോഗം, നമ്മൾക്ക് അവനവനിലേക്ക് ചുരുങ്ങി ലോകത്തെ ഏറ്റവും മഹാപ്രതിഭാരാണ് ഞാനാണ്, ഏറ്റവും വലിയ കവിയരാണ് ഞാനാണ്, ഏറ്റവും വലിയ മനുഷ്യസ്നേഹികരാണ് ഞാനാണ് എന്ന് പറയുന്ന അവനവനിസത്തിലേക്ക് ഉയർന്ന് അവസാനം ഒരു ശത്രു വേണ്ടയോ, എന്നെ മറികടക്കാൻ ഒരു ശത്രു വേണ്ടയോ? ആ ശത്രു ഇല്ലല്ലോ, ആരാണ്? അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്യുകയാണ്, അതിനുവേണ്ടിയുള്ള ആയുധങ്ങൾ മുറിച്ചു കൂട്ടുകയാണ്. മനുഷ്യത്വത്തിന്റെ ഈ വിഷയങ്ങൾ എത്ര സറ്റേറിക്കലായിട്ടും ഐറണിയും സറ്റേറും ഇടകലർത്തിയാണ് രാജീവ് ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായി. എന്റെ രാജ്യം എന്നലറി ഞാൻ അലയുന്നു, ഞാനില്ലാതൊരു രാജ്യം എനിക്കില്ലെന്നറിയുന്നു. ഇവിടെ സമകാല ഭാരതത്തിന്റെ രാഷ്ട്രീയ അവസ്ഥകളിലേക്ക് കൂടിയാണ് കവിയുടെ കണ്ടെത്തുന്നത്. ഇന്നത്തെ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾ ഓർത്തു പോകുക. അതാണ് എന്റെ രാജ്യം എന്നലറി ഞാൻ എന്ന ആ വാക്കിലേക്ക് എന്നിട്ടും എന്നും എന്നെന്നും ഞാൻ എന്റെ രാജാവായി എന്നെ അതിജീവിക്കാൻ ചെങ്കോലണിഞ്ഞ് പടയിരിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയം എവിടെ എന്നൊരു ചോദ്യം വരാം. എന്താണ് കവിതയിലെ രാഷ്ട്രീയം? ഒരിക്കലും കക്ഷി രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന, രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന രാഷ്ട്രീയമല്ല കവികൾ ഉപയോഗിക്കുന്നത്, എഴുത്തുകാർ ഉപയോഗിക്കുന്നത്. എഴുത്തുകാരൻ ക്രിയേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയമാണ്. അതെങ്ങനെയാണ്? സ്വന്തം കാലത്തെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ട് കണ്ടെത്തുന്ന എഴുത്തുകാരൻ ക്രിയേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയമാണ് കവിതയിലെ രാഷ്ട്രീയം. ആധുനികതയുടെ കാലത്തൊക്കെ കെ.ജി. ശങ്കരപ്പിള്ള ആയാലും സച്ചിദാനന്ദനായാലും ഇവരൊക്കെ രാഷ്ട്രീയത്തെ നേരായ രീതിയിൽ ഇങ്ങനെ നേരിട്ട് തന്നെ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പോൾ രാഷ്ട്രീയത്തെ അതിസൂക്ഷ്മതയോടെ ആവിഷ്കരിക്കുന്ന രീതിയിലേക്ക് മാറി. പ്രത്യക്ഷതയിലൂടെ അല്ലാതെ കവിതയുടെ ഉള്ളിലേക്ക് കടന്ന് അതിനകത്ത് വായിക്കുന്ന ഒരു കൾച്ചറൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് തന്നെ ആവിഷ്കരിക്കുന്ന രീതിയിലേക്ക് കവിത മാറി എന്നതിന്റെ തെളിവാണ് ഈ ഞാനെന്ന രോഗം എന്ന് പറയുന്ന ഈ കവിത. അടുത്ത ഭീകരം, സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥഭേദങ്ങൾ അന്വേഷിക്കുന്ന മറ്റൊരു കവിതയാണ്. സ്വാതന്ത്ര്യത്തിന്റെ വെടിയൊച്ച നിലച്ച മരവിച്ച പുലരിയിൽ ഭൂമി ഒന്ന് തിരിഞ്ഞു, വീണ്ടും മൂടിപ്പുതച്ച് ഉറക്കം തുടർന്നു എന്നൊക്കെ എഴുതുമ്പോൾ നമ്മുടെ നിസ്സംഗതയും സാമൂഹ്യ പ്രശ്നങ്ങളിലോടുള്ള ജാഗ്രത, അതിലേക്ക് ഉദാസീനമായി സമീപിക്കുന്ന ഒരു മനോഭാവത്തെ വളരെ നന്നായിട്ട് ഈ കവിതയിലൂടെ ആവിഷ്കരിക്കുന്നു. തകർന്ന ശാന്തിയുടെ കൂർത്തവാരി കോർത്ത് ചുട്ടെടുത്ത എന്നൊക്കെ പറയുന്നത്. കല്ലിനുമേൽ കല്ലായി സ്വാതന്ത്ര്യമുയരുന്നു, കല്ലിനുമേൽ കല്ലായി സ്വാതന്ത്ര്യമുയരുന്നു എന്നൊക്കെ എഴുതുമ്പോൾ വർത്തമാനകാല കേരളീയ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെയാണ് ഇതിനകത്ത് രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം ഉലയുന്നു, ഇളകുന്നു, തകരുന്നു എന്നൊക്കെ ഈ കവിതയിൽ പറയുന്നുണ്ട്. അപ്പോഴും ചെറുതിലും ചെറുതായ ശവക്കച്ച പുതികളിൽ ഒരു ദേശം ചിതറിയ ഹൃദയങ്ങളായി മനുഷ്യന്റെ കാലച്ച കാത്ത് മരിക്കാതെ കിടക്കുന്നു. വളരെ സൂക്ഷ്മതയോടെയാണ് പൊളിറ്റിക്സിനെ കാണുന്നത്. ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു കവിക്ക് ഇത്രയും സൂക്ഷ്മതയോടെ ലോക പൊളിറ്റിക്സിനെ, ലോക രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങളെ കണ്ടറിയാൻ കഴിയണമെന്നില്ല. ഇപ്പൊ രാജീവ് പ്രവാസിയായതിന്റെ ഒരു വലിയ ഗുണം കൂടിയാണ്, നാട് വിട്ടുപോയതിന്റെ ഒരു വലിയ ഗുണം കൂടിയാണ്. നമ്മുടെ കാഴ്ചകൾ മാറുമല്ലോ. മലയാളത്തിൽ ഈ ആധുനികത ഉണ്ടാകുന്ന ഡൽഹിയിൽ നിന്നല്ലോ. ഒ.വി. വിജയൻ, ആനന്ദ്, മുകുന്ദൻ, സക്കറിയ ഇവരെല്ലാം ഡൽഹിയിൽ ഇവരൊക്കെ ആദ്യകാലത്ത് ഡൽഹിയിൽ ഇരുന്നാണ് മലയാളത്തിന്റെ ആധുനികതയുടെ തുടക്കം കുറിച്ചത്. എം.പി. നാരായണനുള്ള ഇവരെല്ലാം. ഈ പ്രവാസികളാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഗുണമാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു. ലോക പൊളിറ്റിക്സിന്റെ വിശാലതയിലേക്ക് നമ്മുടെ കാഴ്ചകൾ മാറുന്നതിന്റെ തെളിവാണ് അത്. സ്വാതന്ത്ര്യത്തെ ഒക്കെ വളരെ സൂക്ഷ്മതയോടെ ആവിഷ്കരിക്കാൻ കഴിയുന്നത് ഇതാണ്. ഫാക്ടറി വായിക്കുമ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് ഫാക്ടറി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. കൊല്ലം ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികളുടെ ജീവിതത്തിന്റെ ആഖ്യാനമാണ്. ഇതെല്ലാം ഞങ്ങളുടെ കൊല്ലം ജില്ലയുടെ കശുവണ്ടി തൊഴിലാളികളുടെ ഭാഷയും ഒക്കെയാണ് ഈ കവിതയിൽ ഉടനീളം പ്രയോഗിച്ചിരിക്കുന്നത്.
പക്ഷെ ഈ കശുവണ്ടി തൊഴിലാളികളുടെ ഭാഷയും ജീവിതവും ആവിഷ്കരിച്ചുകൊണ്ട് രാജീവ് അതിനെ ഒരു നൊസ്റ്റാൾജിയക്കുമല്ല, ഗൃഹാതുരത്വത്തോടെ ആവിഷ്കരിക്കുകയല്ല ചെയ്തത്. ഇതിലൂടെ കൾച്ചറൽ സാംസ്കാരികമായ ഒരു യാത്രയെ, ഒരു സഞ്ചാരത്തെ വളരെ കൃത്യതയോടെ അടയാളപ്പെടുത്താൻ രാജീവിന് ഈ കവിതയിലൂടെ കഴിയുന്നുണ്ട്. നോക്കുക, മൗസ് ഞെക്കി ഈ പുതിയ ടെക്നോളജിയുടെ ജ്ഞാനരൂപങ്ങൾ കവിതയിലേക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ഇന്ന് അതൊന്നും ഇല്ലാതെ ഒരു കവിത എഴുതാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പോലും ഈ കമ്പ്യൂട്ടറിന്റെ ഒരു മിനി കമ്പ്യൂട്ടറാണല്ലോ നമ്മുടെ മൊബൈലിൽ എല്ലാ കാര്യങ്ങളും എടുക്കാൻ അറിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ലോകക്രമം മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് കവിതയിൽ ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വലിയ മാറ്റത്തിൽ നമ്മൾ കൈവിരൽ കൊണ്ട് പേപ്പറിനകത്തൊക്കെ എഴുതുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇല്ല, നമുക്ക് നമ്മുടെ മൊബൈലിനകത്ത് നോട്ട് പാഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും. കൈ പേനയും പെൻസിലും ഒന്നുമില്ല, നമുക്ക് എഴുതാൻ പറ്റുന്ന കാലമാണ്. ഈ ഭൂമിയിൽ നിന്നും ഈ ഹ്യൂമൻ സിവിലൈസേഷൻ ഇല്ലാതായി 300 വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകത്തെ ഇന്ന് ഡിജിറ്റൽ നോവലിലൂടെയൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ. അലിറ്റ ഫൈറ്റിംഗ് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിൽ ഭൂമിയിൽ നിന്നും മനുഷ്യരില്ലാതായിട്ട് 300 വർഷം കടന്നുപോയി. ആ 300 വർഷം കടന്നുപോയിട്ട് ഉണ്ടായ ഒരു കാലത്തെയാണ് ആ സിനിമ ആവിഷ്കരിക്കുന്നത്. അത്രമാത്രം ഈ ചാറ്റ് GPT ആയാലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും നമ്മുടെ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു കാലമാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നതിന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ അപ്പുറത്ത് ജെമിനിയോടൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ അവിടെ വേറൊരു രൂപത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒറിജിനൽ ഞാനേത്, വീഡിയോയിലെ ഞാനേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇന്ന് സംശയിച്ചിരിക്കുകയാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്ന ഈ AI വീഡിയോ വന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ ഇതിന് ഏതാണ് ഒറിജിനൽ, ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സത്യാനന്തര കാലത്തിന്റെ ആവിഷ്കാരങ്ങളാണ് ഈ കവിതകൾ, ഇത്തരം കവിതകൾ. ഇവിടെ നമുക്ക് സത്യമിന്നത് തെറ്റിന്നത് എന്ന് തീർച്ച കൽപ്പിക്കാൻ കഴിയുന്നില്ല. കവിതയിലെ ഏറ്റവും പുതിയ സത്യം ഇതാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് പഴയതായി മാറുകയോ പഴയതായി വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു കാലത്തിന്റെ മാറ്റം ഉണ്ട്. അപ്പോൾ ഈ കാലത്തിന്റെ മാറ്റത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ കാല കവികൾ ലോകക്രമത്തെ വീക്ഷിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് മനുഷ്യാനന്തര കാലത്തിൽ എത്തിയതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യാനന്തര കാലത്തിൽ മനുഷ്യനില്ലാതായിട്ടുള്ള ഒരു കാലത്തെ കുറിച്ച് മാങ്ക സീരീസ് എന്നൊക്കെ പറയുന്ന ജെയിംസ് കാമറൂണിനെ പോലുള്ള ഒരു വലിയ നിർമ്മാതാവാണ് ഈ സിനിമ, ഞാൻ അലിറ്റ ഫൈറ്റിംഗ് ഏഞ്ചൽ എന്ന് പറയുന്ന ആ സിനിമ ചെയ്തത്. അപ്പൊ ഇതൊക്കെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും വായനക്കാരനെ തേടി എഴുത്താൻ വരില്ല. വായനക്കാരൻ എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ലോകത്തേക്ക് എത്തുക ചെയ്യേണ്ടത്. ഇന്റർസെല്ലാർ എന്ന് പറയുന്ന മറ്റൊരു സിനിമയുണ്ട്. 2 കാലങ്ങൾ തമ്മിലുള്ള, ഭൂമിയില് അച്ഛനും മകളും, അച്ഛൻ ബഹിരാകാശത്തേക്ക് പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ മകൾ വൃദ്ധയായി മാറി, അച്ഛൻ വളരെ ചെറുപ്പമായിട്ടിരിക്കുന്നു. കാരണം അവിടുത്തെ ഒരു ദിവസവും ഇവിടുത്തെ ഒരു ദിവസം തമ്മിലുള്ള അന്തരമാണിത്, വ്യത്യാസമാണ്. മകൾക്ക് 80 വയസ്സായെങ്കിൽ അച്ഛന് 20 അല്ലെങ്കിൽ 40 വയസ്സേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ ദിവസോട്ടം തൊട്ട് ഇങ്ങനെ കാലത്തെ കീഴ്മേൽ മറിക്കുന്ന ടൈം എന്ന് പറയുന്ന കാലദർശനം എന്ന് പറയുന്ന വിഷൻ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു ലോകക്രമം നമ്മുടെ മുൻപിൽ നമ്മുടെ മൊബൈലിലൂടെ നമുക്ക് വായിച്ചറിയാൻ പറ്റുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു കൃതിയും അവസാന വായന നടത്താൻ പറ്റില്ല. കുമാരനാശനെ നമ്മൾ വായിച്ചതുപോലെയാണോ, പണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതുപോലെയാണോ നമ്മൾ വായിക്കുന്നത്? ഒരിക്കലല്ല. മൂടും കാർമുകിലാൽ അകാലതിമിരം വ്യാപിച്ചുമായിന്നിതാ കാടും കായലുമേ കടൽ തിരകളും സഖ്യാദ്രി കൂടങ്ങളും എന്ന് AR രാജരാജവർമ്മ മരിച്ച ഘട്ടത്തിൽ കുമാരനാശൻ കവിതയിൽ എഴുതി. അവിടെ എന്താണ് കുമാരനാശൻ ചെയ്തത്? മൂടും കാർമുകിൽ ആശാൻ ആവിഷ്കരിക്കേണ്ടത് മരണത്തെയാണ്. AR രാജവർമ്മയുടെ ജീവൻ അപഹരിച്ച മരണത്തെയാണ് കുമാരനാശാൻ ആവിഷ്കരിക്കേണ്ടത്. അപ്പോൾ കുമാരനാശാനെ കൊണ്ടുവരേണ്ടത് ഭീകരരൂപിയായ മരണത്തിന്റെ ഭീകരമായ സാന്നിധ്യത്തെയാണ്. അതിനുവേണ്ടി ആശാൻ എന്ത് ചെയ്തു? വാക്കുകളിൽ ചിത്രകലയെ സന്നിവേശിപ്പിച്ചു. അതിന് ആശാൻ വാക്കിലൂടെ ഒരു വർണ്ണം തിരഞ്ഞെടുത്തു. അത് കറുപ്പാണ്. ആ കറുത്ത വർണ്ണം ഒരു വർണ്ണം അടിച്ചു, വീണ്ടും അടിച്ചു, അങ്ങനെ 4 പ്രാവശ്യം അടിക്കുകയാണ് കറുപ്പ് തന്നെ. അപ്പോൾ കറുപ്പ് അതിന്റെ ഭീകര രൂപത്തിൽ, അതിന്റെ യഥാർത്ഥ സ്വത്വത്തിൽ വെളിപ്പെടുന്നു. മൂടും കാർമുകിൽ അകാലതിമിരം വ്യാപിച്ച് മായുന്നിത എന്ന് ആശാൻ എഴുതുന്നു. മൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്തമിക്കുക, ഇരുട്ടാവുക. കറുപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ആദ്യത്തെ വാക്ക്, കവിതയിലെ ആദ്യത്തെ വാക്ക് മൂടുക, രണ്ടാമത്തെ വാക്ക് കാർമുകിൽ, ഇരുട്ട്, കാർമേഘം. അടുത്തതോ മൂടൻ കാർമുകിലാൽ അകാലതിമിരം, അകാലത്തിലെ ഇരുട്ട്, 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 ഇരുട്ട്. അടുത്തതോ വ്യാപിച്ചു മായുന്നിത, മറയുക, ഇരുട്ടാവുകയാണ്.
ഒരു കവിതയിലെ ആദ്യത്തെ വരിയിൽ തന്നെ ഒരേ അർത്ഥം വരുന്ന 4 വാക്കുകളാണ് ആശാൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്? അറിയാതെ മതസമ്പത്തില്ലാഞ്ഞിട്ടല്ല. കുമാരനാശാനെ പോലൊരു കവി, ഭാഷയിൽ ഇത്രമാത്രം ജാഗ്രത പുലർത്തിയ കവി വേറെ ഇല്ല. ഇത് ചിത്രകലയിലെ ഗ്ലേസിംഗ് എന്ന് പറയുന്ന ഓയിൽ പെയിന്റിംഗ് ടെക്നോളജിയാണ് ആശാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തന്റെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കവിത സങ്കരകലയാണെന്ന്. ചിത്രകല കടന്നു വരുന്നത് ഇങ്ങനെയാണ്. അത് പുതിയ കാലത്തെ എഴുത്തിലൊക്കെ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ അനേകം ടെക്നോളജികളാൽ മാറ്റിമറിക്കപ്പെട്ടതാണ് നമ്മുടെ ഭാഷ, നമ്മുടെ കവിത. അപ്പോൾ രാജീവിന്റെ കവിതയിൽ ഈ മാറി വരുന്ന ജ്ഞാനരൂപങ്ങളുടെ സന്ത്രാസം നമുക്ക് കാണാം. പിന്നെയുണ്ട്, ഇവിടെ നോക്കൂ, ഇവിടെ വേറൊരു കവിത. അത് ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നില്ല, ഞാൻ ഓടിച്ചു പോകണം, ഇത്ര സമയം എടുത്തതുകൊണ്ട് ഞാനധികം ഫാക്ടറിയിൽ ഇങ്ങനെ വരുന്നു. ആ കവിത കേരളീയ ജീവിത, പ്രാദേശിക ജീവിതത്തിന്റെ ചരിത്ര നിർമ്മിതിയായിട്ട് കവിതയെ മാറ്റുകയാണ്. അവിടെ പ്രാദേശിക ജീവിത ചരിത്ര നിർമ്മിതി എന്നൊക്കെ നമുക്ക്. എന്നിട്ട് ഈ കവിതയെ തലമുറ കൈമാറി ഒരു കിടാതെ ഞങ്ങൾ സൂക്ഷിക്കുന്ന പഴയ മുദ്രാവാക്യത്തിലേക്ക്, കവിതയിലേക്ക് കൊണ്ടുവന്നിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് കവി രക്ഷപ്പെട്ടു പോവുകയാണ്. എനിക്കിവിടെ നിന്നാ പോരാ, കൊല്ലത്തിന്റെ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ നിന്നാ പോരാ എന്ന് പറഞ്ഞിട്ട് കവിതയെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് രാജീവ് രക്ഷപ്പെടുന്നു. നോക്കുക, തലമുറ കൈമാറി ഫാക്ടറി എന്ന ഈ കവിത അപൂർണമായി തുടരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് കവികളുടെ ടെക്നിക്കാണ് കേട്ടോ. കവികള് കവിതയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ്. പിന്നെ ചായക്കടയെ കുറിച്ച് നമുക്കെല്ലാം പരിചിതമായ ലോകത്തെക്കുറിച്ച് ഇനി വരുന്നുണ്ട്. ഈ പരിചിത ലോകത്തിലൂടെ അപരിചിതമായ മറ്റൊരു ലോകത്തിന്റെ അപരത്വത്തെ ആവിഷ്കരിക്കുക എന്ന് പറയുന്ന വലിയ ടെക്നിക്കാണ് ഈ കവിതയിൽ കൊണ്ടുവരുന്നത്. പിന്നെ ചതി എന്ന് പറയുന്ന കവിതയുടെ സാഡിസ്റ്റ് ആവിഷ്കാരമാണ്. സാഡിസത്തിന്റെ, ക്രൂരതയുടെ, നമ്മുടെ ഉള്ളിനെ തുറന്നു കാട്ടുന്ന കവിത. നമുക്ക് ഈ മനുഷ്യനോട് ചതിയെ പറ്റി കൃത്യമായി എഴുതാൻ ആർക്കാണാവുക? എപ്പോഴും നല്ല പ്രമേയങ്ങൾ മാത്രമല്ല, ക്രൂരത കവിതയിൽ വിഷയമാകും. സാഡിസത്തിന്റെ അങ്ങേയറ്റം, നമ്മളൊരാളെ ചതിക്കുന്നതിന്റെ ഒരു ത്രില്ല് വരുന്നുണ്ട്. പിന്നെ ഒരു കങ്കാണിയെ കുറിച്ച് നമുക്കറിയാം. എല്ലാ ജോലികളും ഏറ്റെടുത്ത് കോൺട്രാക്ടർ, അല്ലെ, കങ്കാണി എന്ന് പറഞ്ഞ കോൺട്രാക്ടർ എന്ന് പറയുന്ന ഒരവസ്ഥ. അങ്ങനെ ആ ഒരു ജീവിതത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അവൾ അനേകം, ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയും കൂടിയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കവിതയുണ്ട്. ഈ ഫെമിനിസം, നേരത്തെ എൻ്റെ സുഹൃത്ത് രേണു കൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരവസ്ഥ, ഇപ്പം സ്ത്രീകളുടെ ദുരന്ത ജീവിതത്തെ കുറിച്ച് ധാരാളം കവിതകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. നാറ്റിന്റെ സംക്രമണം പോലുള്ള കവിതകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ ആ കവിത പുരുഷന്റെ കണ്ണിലൂടെ സ്ത്രീ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ ഉണ്ടാകുന്ന ആഖ്യാനമാണ്. പക്ഷെ അത് പെൺകവിതയാകുമോ എന്നൊരു ചോദ്യമുണ്ട്. പുരുഷൻ മാറി എന്ന് സ്ത്രീയുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നത് അതൊരിക്കലും പെൺകവിതയല്ലത്. സ്ത്രീക്ക് അവൾക്ക് സ്വന്തമായ അവളുടെ സ്വത്വത്തെ ആവിഷ്കരിക്കുന്നതാണ് സ്ത്രീ കവിത. സ്ത്രീക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഭാഷയിൽ എഴുതപ്പെടുമ്പോഴാണ് സ്ത്രീ കവിത കടന്നു വരുന്നത്. അല്ലാതെ പുരുഷന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നില്ല. ഇത് പുരുഷന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതാണ്. പക്ഷെ അതിലൂടെ ഒരു മറുഭാഷയും ചമയ്ക്കാൻ ആ കവിതയിലൂടെ കഴിയുന്നുണ്ട്. അവൾ ഒറ്റയ്ക്കൊരു മരത്തിൽ ഒരാണിയിൽ തറഞ്ഞു കിടന്നു. സ്ത്രീ ജീവിതത്തെ ഇതിന് ഗംഭീരമായിട്ട് എങ്ങനെ അവതരിപ്പിക്കുന്നത്? അവൾ ഒറ്റയ്ക്ക് ഒരു മരത്തിൽ ഒരാണിയിൽ തറഞ്ഞു കിടന്നു, ഒരു യക്ഷിയെ പോലെ തറഞ്ഞു കിടന്നു. യക്ഷിക്ക് സമാനമായ ഒരു ജീവിതം, മരിച്ചിട്ടും മരിക്കാതെയുള്ള ജീവിതം. അതാണല്ലോ യക്ഷി. മരിച്ചിട്ടും മറ്റൊരു ജീവിതം വരുന്നില്ല ഈ യക്ഷിയെ കുറിച്ചുള്ള സങ്കല്പം, അല്ലെ? അങ്ങനെ ഒരു ജീവിതം, ഒരു സ്ത്രീ ജീവിതത്തിന്റെ ദുരന്തപൂർണമായ അവസ്ഥയെ ഈ കവിതയില് നിലത്തിറങ്ങാൻ കൊതിയോടെ കാലനയ്ക്ക് ഒച്ചക്കൂട്ടി കണ്ടതായി ആരും ഭാവിച്ചില്ല. അവൾ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ എല്ലാ ദുരിതങ്ങളും സ്ത്രീകൾ അനുഭവിക്കുമ്പോൾ, അവൾ ഒച്ചവെക്കുമ്പോൾ, അവൾ പ്രതിഷേധിക്കുമ്പോൾ, കരയുമ്പോൾ ഇതാരും കേൾക്കുന്നില്ല. ഇത് നിത്യജീവിത യാഥാർത്ഥ്യമാണ്. അടുക്കളയിൽ തേഞ്ഞു പോകുന്ന ഒരു വീട്ടുപകരണമാണ് ഞാൻ എന്ന് 80കളിൽ ഒരു കവി, ഒരു സാവിത്രി രാജീവൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കവി, സ്വന്തം ജീവിത ഐഡന്റിറ്റി. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി കേട്ടോ. ഇന്ന് അടുക്കളയായിരുന്നു 80കളിൽ സ്ത്രീകൾ നേരിട്ട പ്രശ്നമെങ്കിൽ ഇന്ന് അടുക്കള സ്ത്രീക്കും പുരുഷനും ഒരു ബാധ്യതയല്ല. ഇന്ന് അടുക്കള പോലും ഉപേക്ഷിക്കപ്പെട്ട കാലമാണ്. പുരുഷൻ കയറി പാചകം ചെയ്യുന്ന കാലമാണ്. സ്ത്രീകളും പുരുഷന്മാരും അടുക്കള ഒരേ രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്ന കാലമാണ്. അത് സ്ത്രീ കവിതകൾക്ക്, ഫെമിനിസത്തിൽ വന്ന ലോകത്താകമാനം ഉണ്ടായി മാറ്റണം. അടുക്കള എന്നൊരു സ്ത്രീക്കൊരു തടവറയല്ല. അവൾ തേഞ്ഞു പോകുന്ന വീട്ടുപകരണമല്ല അടുക്കളയിൽ. സ്ത്രീ ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെയൊക്കെ നാട്ടുപുറത്തേ ഉള്ളൂ കേട്ടോ. പുറത്തേക്കൊന്നും ആരും, ഈ നഗരങ്ങളിലൊക്കെ വസിക്കുന്നവരൊന്നും വീട്ടു അടുക്കളയിലൊന്നും ആരും സമയം മെനക്കെടുത്താറില്ല. അവർ വേറെ പുറത്ത് പോയി കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലോകക്രമത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതിൽ പണ്ടത്തെ ഈ പ്രണയ കവിതകൾ ആവിഷ്കരിക്കുമ്പോൾ പറയുമായിരുന്നു, എന്റെ സകല സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം നീയാണ് കാമുകിയെ കുറ്റപ്പെടുന്നത്. ഞാൻ സതീഷിന്റെ പുസ്തക പ്രകാശനത്തിൽ പ്രണയ ചെമ്പരുത്തി എന്ന് പറഞ്ഞ് സതീഷ് എഴുതിയ
പുസ്തക പ്രകാശനത്തിൽ ഞാൻ ഈ പോയിന്റ് അവിടെ ഉന്നയിച്ചതാണ്. ബാലേന്ദ്ര ചുള്ളിക്കാട്ട് ഏത് കവിത എഴുതിയാലും സ്ത്രീയാണ് അയാളുടെ സകല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം. സ്ത്രീയെ കുറ്റപ്പെടുത്തുക. ഇന്ന് ഏതെങ്കിലും സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് നീയാണ് എന്റെ സകല സങ്കടങ്ങൾക്കും കാരണം എന്താ നീ പോടുവി എന്ന് പറയും, അല്ലെ? അത് മാറിയ കാലത്തിനാണ്. ഒരുപക്ഷെ പുരുഷനേക്കാളും എത്രയോ ബുദ്ധിപരമായി മുകളിൽ നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് ഈ സ്ത്രീ. അവൾ ഒരു പുരുഷന്റെ ഈ ദുർബലമായ പ്രണയത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കേണ്ട കാര്യമില്ലെന്ന് അവൾ പണ്ടേ തിരിച്ചറിഞ്ഞു. പക്ഷെ ചുള്ളിക്കടക്ക പറഞ്ഞു, നിർത്തോ ചിലക്കൽ നിനക്കെന്തു വേണമൻ ദുഃഖങ്ങളോ പണം നേർത്ത പുല്ലിംഗമോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീയെ വളരെ ആഭാസകരമായ ഒരു അവസ്ഥയിലേക്ക് നോക്കിക്കണ്ട കാലമൊക്കെ പോയി. അത് ഇന്ന് ഒരു പുരുഷനും ഒരാളും പ്രണയ കവിതയിൽ അങ്ങനെ ആവിഷ്കരിക്കത്തില്ല. ഇത് കവിതയിൽ വരുന്ന മാറ്റം ഉണ്ടോ? ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ കാലത്തിന്റെ, അല്ലാതെ ബഹുസ്വരത എന്നൊക്കെ പറയുന്ന പല രീതിയിൽ നിയോ ക്ലാസിക് പാരമ്പര്യത്തിൽ കവിത എഴുതുന്ന ഒരു ബഹുസ്വര കവിയാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ ഭാഷ കൊണ്ട് ഇതിനെ നവീകരിച്ച് നമ്മുടെ വീക്ഷണ സംബന്ധിയായ മാറ്റങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റങ്ങൾ കവിതയിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് പുതിയ കവിതയല്ല. ഇതിലെ ഓരോ കവിതയ്ക്കും ഓരോ ഐഡന്റിറ്റിയാണ്. ഞാൻ എല്ലാത്തിലേക്കും നീട്ടുന്നില്ല, കാരണം സമയം അതിക്രമിക്കുകയാണ്. എല്ലാവർക്കും പോകേണ്ട ഒരുപാട് കവിതകൾ എനിക്കെടുത്ത് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് 30 കവിതകളും വായിച്ചതാണ്. 30 കവിതയിലൂടെയും ഞാൻ കടന്നുപോയി. അപ്പൊ ഈ 30 കവിതകൾ വായിച്ചപ്പോൾ 30 ഐഡന്റിറ്റി ഉള്ള കവിതകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും, ഞാൻ എല്ലാ കവിതകളെയും എൻ്റെ ഏകപക്ഷീയ വായനയുടെ തടവറയിലേക്ക് ഇടുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വായനയിലേക്ക് ഈ കവിതയെ ഡെവലപ്പ് ചെയ്തെടുക്കുക, വികസനമാക്കുക. അതാണ് വായനയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വായനയും ഒരു ജനാധിപത്യമാണ്. 2 പേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന് ഒക്ടോവിയോ പാസ് എന്ന് പറയുന്ന നോബൽ സമ്മാനം കിട്ടിയ കവി എഴുതിയത് അത് രാഷ്ട്രീയമാണ്. 2 പേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു. രാഷ്ട്രീയം എത്ര സൂക്ഷ്മമാണെന്നുള്ള സങ്കല്പമല്ലേ? അപ്പോഴ് അതിന്റെ പിന്നിലുള്ള ഒരു പൊളിറ്റിക്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെയാണ് കവിതയിലേക്ക് കടന്നു വരുന്ന വലിയ ആവിഷ്കാരങ്ങളായിട്ട് മാറുന്നത്. സൺസ്റ്റോൺ എന്ന് പറയുന്ന സൂര്യശില എന്ന് പറയുന്ന വിശ്രുതമായ കവിതയിലെ വരിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ ഓരോ കവിതയും അവിടെ പെൺകവിയുടെ ആൺ സുഹൃത്തുള്ള ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് മതിയാകുന്നതുകൊണ്ട് അതിനകത്ത് നല്ല ഒരു കവിതകളെ സൂക്ഷിക്കും പിന്നെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് മാറി വെക്കണം കേട്ടോ. ഈ സ്ത്രീ കവിത എഴുതുമ്പോൾ അവിടെ സ്വത്ത് ആവിഷ്കരിക്കുമ്പോൾ അസൂയയോടെ നോക്കി നിൽക്കുന്ന അവളുടെ സുഹൃത്ത് എവിടെ നിരൂപണം കൊണ്ട് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിക്കുന്നത്. അവൾ പുച്ഛിച്ച് തള്ളുന്നുണ്ട് ഈ കവിതയിൽ കേട്ടോ, പുച്ഛിച്ച് തള്ളുന്നു. അവസാനം ഇവൻ എന്ത് ചെയ്ത് അവന്റെ ആരാധിയായിട്ട് മാറി, അവന്റെ ആവിഷ്കാരത്തിന്റെ വിധേയനായിട്ട് മാറുന്ന രസകരമായ ഒരു കവിത. പൗരുഷം പലതായി മടക്കി കീശയിൽ തിരികെ എന്നൊക്കെ രാജീവ് ഉപയോഗിക്കുന്നുണ്ട്. അവൻ അവളോട് വിനയം കൊണ്ടു, വിധേയത പൂണ്ടു, പൗരുഷം പലതായി മടക്കി കീശയിൽ തിരികെ അവളുടെ കവിതയെ ചേർത്ത് പിടിച്ചു, തഴുകിത്തലോടി താത്വികാവലോകന കാറ്റൂതി നിറച്ചു പൊട്ടിച്ചു. ഇവിടെയൊക്കെ സറ്റയറാട്ടോ, നല്ല രൂക്ഷമായ സറ്റയറിന്റെ ഒരു ഭാഷ രാജീവ് ഇപ്പോഴേ വശംവദം കരഗതമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും രാജീവിന് നല്ല കവിതയിൽ വിസ്ഫോടന ശേഷി ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനി ബാക്കി കവിതകളെ കുറിച്ച് പറയാൻ കഴിയാത്തതിലെ വിഷമത്തോടെ ഞാൻ പിൻവാങ്ങുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സദസ്സിന് നമസ്കാരം. എൻ്റെ പേര് ജിഞ്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ്. ഇന്ന് ഈ പുസ്തക പ്രകാശന